ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞനയില തേങ്ങ അരച്ച മീൻ കറിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്കിന്നിവിടെ കുഞ്ഞനയിലയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ തിരുമ്മിയത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളി. നിങ്ങൾക്ക് ഇത് ആവശ്യത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിന്ന് മൺചട്ടിയിലാണ് ഈ കറി വയ്ക്കുന്നത്. മൺചട്ടിയിൽ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അരപ്പൊക്കെ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഞാനൊരു മീഡിയം സൈസ് തക്കാളിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാമേ. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇതിന് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുഞ്ഞനയില ചേർത്ത് കൊടുക്കാമേ. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാമേ. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചട്ടി ഇറക്കി വെക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് താളിച്ചെടുക്കാമേ. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി കുഞ്ഞനയില തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാവേ.